അപ്പോൾ കുറേ നാളെ വിചാരിക്കുന്നു ഒന്ന് വെളുത്തുള്ളി നട്ട് നോക്കിയാലോ എന്ന്. ഇതുവരെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട വിധം പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ വേർപിടിച്ചെടുക്കണം. കുറച്ച് പണിയുണ്ടെന്ന് തോന്നുന്നു, വിചാരിച്ച അത്ര എളുപ്പമല്ല. ഈ സാധനം പൊട്ടുന്നില്ല. ഈ അല്ലികളൊക്കെ വേർതിരിക്കണം. അത്ര ഒന്നും വരുന്നില്ലല്ലോ. പണ്ട് ഉള്ളി തോല് പൊളിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ ഈ അല്ലികൾ കേടാവാതെ എടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണൊരു സംശയം. കറക്കിയെടുക്കാനാണെങ്കിൽ അത്ര വലിയ സംശയമില്ല. ഇത് വളർന്നു വരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു കുറച്ചെണ്ണം കിട്ടി. എത്രണ്ണായി? തൽക്കാലം ഇത്ര മതി എന്ന് വയ്ക്കാം. ബാക്കി കറിക്ക് തന്നെ പോട്ടെ. ഏകദേശം 10 ആയല്ലോ. ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കി ആറ് ഇഞ്ച് ഇടവിട്ട് 2 ഇഞ്ച് ആഴമുള്ള കുഴി ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ കുഴി ഉണ്ടാക്കി നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ഇങ്ങനെ കുത്തനെ നിർത്തി. അങ്ങനെ നടാൻ പറഞ്ഞിരിക്കണേ കുത്തനെ. ചിലത് വെച്ചപ്പോൾ ചെരിഞ്ഞും പോയിട്ടുണ്ട്. നോക്കട്ടെ ഏതൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത്. മൊത്തത്തിലൊരു ഇതൊക്കെ കുത്തനെയാണ് വെച്ചിരിക്കണേ. എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു. അത്ര തന്നെ. ഇനി കാത്തിരിപ്പാണ് മുളയ്ക്കോ ഇല്ല എന്നുള്ളത് അറിയാൻ. പിന്നീട് റിപ്പോർട്ട് ചെയ്യാം. 5 ചെടിച്ചട്ടിയിലായിട്ട് 10 നട്ടുണ്ട്. ഇനി മുളച്ച് വരുമോ നോക്കാം. മുളച്ച് വന്നാലും 8-9 മാസമാണ് വിളവെടുപ്പിനുള്ള സമയം പറയണത്. ഒക്കെ ആദ്യത്തെ പരീക്ഷണമാണ്. അതാണല്ലോ അതിൻ്റെ ഒരു രസം.